ഇന്നലെ രാത്രി വൈകി മുൻപിലേക്ക് വന്ന ഒരു വീഡിയോ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ആദ്യം ഞാൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകാം. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മുൻപിലേക്ക് ഒരു അപേക്ഷയുമായി എത്തിയ ഒരു മനുഷ്യന്റെ ദൃശ്യമാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കണ്ടതിന് ശേഷം തിരികെ വരാം. അല്ല അത് രണ്ട് പഞ്ചായത്തിലും എംപിയുടെ അതൊന്നും എംപിയുടെ ജോലി എം പി സാർ ശരി പഞ്ചായത്തിലെ പ്രശ്നം നോക്കിയപ്പോൾ അല്ല അത് രണ്ട് പഞ്ചായത്തിലും എംപിയുടെ അതൊന്നും എംപിയുടെ ജോലി എം പി സാർ ശരി പഞ്ചായത്തിലെ പ്രശ്നം നോക്കിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയുടെ മുൻപിലേക്ക് തൃശൂർ മണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, പേരെനിക്കറിഞ്ഞുകൂടാ, ഒരു വൃദ്ധനായ മനുഷ്യൻ എന്തോ ആവലാതിയുമായി വന്നതാണ്. ആ മനുഷ്യന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ ദയനീയത തോന്നുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു നിവേദനം സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? അതൊന്നും ഒരു എം പിയുടെ ജോലിയേ അല്ല എന്ന്. കേവലം ഒരു എം പി മാത്രമല്ല സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ പിന്നെ കേന്ദ്ര സഹമന്ത്രിയുടെ പണി എന്താണ്? ഈ പറയുന്ന മനുഷ്യരുടെ ആവലാതികൾ കേൾക്കാനും പറ്റുമെങ്കിൽ പരിഹാരം കാണാനുമല്ലേ ആ പദവിയിലേക്ക് ആ മനുഷ്യർ ജയിപ്പിച്ചു വിട്ടത്? പിന്നെ നിങ്ങളുടെ പണി എന്താണ് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയാണ് സുരേഷ് ഗോപി. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു ശരീരഭാഷയും വാക്കുകളുമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന BJPയുടെ MP ആയ ആ കേന്ദ്ര സഹമന്ത്രിയുടെ മുഖത്ത് നിന്ന് നമ്മൾ കണ്ടത്. എത്രമാത്രം പുച്ഛത്തോടെയാണ് ആ മനുഷ്യനോട് അദ്ദേഹം സമീപിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ മുൻപിലെത്തുന്ന ഒരാളോട് പ്രതികരിക്കേണ്ടത്, ഇടപെടേണ്ടത്? നമ്മൾ എത്രയോ ജനപ്രതിനിധികളെ കണ്ടിരിക്കുന്നു, എത്രയോ പാർട്ടികളിൽപ്പെട്ടവരെ കണ്ടിരിക്കുന്നു. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഇങ്ങനെ ധാർഷ്ട്യം നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ, ഒരു പുച്ഛം നിറഞ്ഞ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ആ ദൃശ്യങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് സൂക്ഷിച്ചു നോക്കൂ. തൊട്ടപ്പുറേ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണിക്കൂ മനീഷ്. തൊട്ടപ്പുറേ ഒരു നീല ഷർട്ടിട്ട ചേട്ടൻ ആ ആൽത്തറയിൽ ഇരിക്കുന്നത് കാണാം. അദ്ദേഹം ഈ പ്രവൃത്തി കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന നിവേദനം പുറകോട്ട് വലിക്കുകയാണ്. ആ മനുഷ്യനും പേടിച്ചിട്ടുണ്ട്, ഞാനിനി ഇത് കൊണ്ടു കൊടുത്താൽ എന്നോട് എന്താണ് പറയാൻ പോകുന്നത് എന്ന ചിന്തയായിരിക്കാം ആ മനുഷ്യനെ പുറകോട്ട് വലിച്ചത്. ഇതൊക്കെയാണെന്നേ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, ജനങ്ങളോടുള്ള ഒരു സ്നേഹമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടമയെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും ആ സിനിമാ അഭിനയത്തിൽ നിന്നോ ഭരചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നോ വിട്ടു വന്നിട്ടില്ല സുരേഷ് ഗോപി. ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ പാരലൽ വേൾഡിലെ പ്രതികരണങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായി. നമുക്കൊരു പൈസ പോലും കേന്ദ്ര സഹായം കിട്ടിയിട്ടില്ല. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ മേടിച്ചു നൽകേണ്ട വലിയ ബാധ്യതയുള്ള ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി. ഒരു ചെറുവിരൽ ഈ മിനിറ്റ് വരെ അനക്കിയത് നമ്മുടെ ഓർമ്മയിലുണ്ടോ? വലിയ സ്നേഹം പറഞ്ഞുകൊണ്ട് വാർത്തകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടല്ലോ. പണ്ടൊരു അമ്മ മകന് സഹായം ആവശ്യപ്പെട്ട് വന്നപ്പോൾ പോയി ഗോവിന്ദനെ കാണുമെന്നാണ് പറഞ്ഞത്. MP ഗോവിന്ദൻ മാസ്റ്ററെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഗോവിന്ദൻ മാസ്റ്ററുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാർ ആ കുട്ടിക്ക് പിന്നീട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.